നിങ്ങളെ കീമിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കൃത്യസമയത്ത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ആണ് ഓവറോൾ വേണ്ടതെന്നുള്ളൊരു ഐഡിയ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഞാൻ റീസെൻ്റ്ലി കുസാരിൽ എംടെക്കിന് അഡ്മിഷൻ എടുത്തിരുന്നു. അപ്പോൾ ഒരു 3 ഹവേഴ്സോളം ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുസാരിൻ്റെ സ്ട്രക്ചർ വേറെയാണ്, എംടെക്കിനും പ്രത്യേക രീതിയിലാണ് ഓൺലൈനും ഓഫ്ലൈൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എല്ലാം ഒരേ സമയത്ത് അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് വേറെയാണ്. ബട്ട് കീമിലേക്ക് വരുന്ന സമയത്ത് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ് ഞാനിവിടെ പ്രധാനമായിട്ട് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, കീം അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കയ്യിൽ കരുതുക. പിന്നെ കീമിൻ്റെ റാങ്ക് കാർഡ് അത് നിങ്ങൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അലോട്ട്മെൻറ്റ് മെമോ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം, അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കുക. പിന്നെ ഫീസ് പേയ്മെൻറ്റ് റെസീപ്റ്റ്, നിങ്ങൾ ഓൾറെഡി ഒരു ടോക്കൺ ഫീ അടച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ റെസീപ്റ്റ് സിഇക്ക് അടച്ചിട്ടുള്ള എൻട്രൻസ് കമ്മീഷൻ അടച്ചിട്ടുള്ള ആ ഒരു റെസീപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ കീപ്പ് ചെയ്യുക. SSLC +2 തുടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒറിജിനലും അതോടൊപ്പം തന്നെ അതിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതുക. സേഫ്റ്റിക്ക് 2 കോപ്പി എടുത്ത് വെച്ചോ. പിന്നെ നമ്മൾ TCയും CC ഇതിൻ്റെ കോപ്പിയുടെ ആവശ്യം വരില്ല, കാരണം ഒറിജിനലാണ് നിങ്ങളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുക, ഒറിജിനൽ കയ്യിൽ കരുതുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് എത്ര വേണമെന്നുള്ളത് നിങ്ങൾ കോളേജിൽ നിങ്ങൾ ഇൻഫോം ചെയ്യും, മെയിൽ അയക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ആധാർ കാർഡ് ഒറിജിനലും അതുപോലെ തന്നെ ഒരു കോപ്പിയും കൂടി കയ്യിൽ കരുതുക. ഇൻകം സർട്ടിഫിക്കറ്റ് കരുതുക. കാറ്റഗറി സർട്ടിഫിക്കറ്റ് കരുതേണ്ടതുണ്ട്, എസ്പെഷ്യലി റിസർവേഷനൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ക്രിമിലിയർ അടുത്തതായിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ എൻ്റെ ബിടെക് ടൈമിൽ അഡ്മിഷൻ ടൈമിൽ കുസാറ്റിൽ ഞാനിത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്ലൈ ചെയ്ത ടൈമിൽ ഞാൻ അറിയാതെ ചെയ്തൊരു മിസ്റ്റേക്കിൻ്റെ പുറത്ത് എൻ്റെ റാങ്ക് ഞാൻ ജനറലിലേക്ക് മാറിയിട്ടുണ്ടായി. എങ്കിലും എനിക്ക് മാർക്കുള്ളതുകൊണ്ട് 300ൻ്റെ അടുത്ത് റാങ്ക് ഉണ്ടായിരുന്നു. ബട്ട് എന്നിരുന്നാലും ഈ ഒരു നോൺ ക്രിമിലിയർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടോപ്പ് 100 എനിക്ക് റാങ്കിങ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ. ബട്ട് ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നോൺ ക്രിമിലിയർ മസ്റ്റായിട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ OBCയുടെ റിസർവേഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 2 days ചിലപ്പോൾ അന്ന് തന്നെ കിട്ടുന്നൊരു സംഭവമാണ് നോൺ ക്രിമിലിയർ. വെറുതെ മിസ്സായി കളയരുത്. പിന്നെ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ. അപ്പം ഇത് ഒറിജിനലും അതുപോലെ തന്നെ കോപ്പികളും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള വെരിഫൈ ചെയ്യുക. ഇല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോൺ ക്രിമിലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അക്ഷയ സെൻറ്ററിൽ ചെന്നിട്ട് അപ്ലൈ ചെയ്യുക. കാറ്റഗറിയും എല്ലാം ഒരുമിച്ച് അങ്ങ് അപ്ലൈ ചെയ്യുക, എല്ലാം സെറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോ.